മഞ്ജു വാര്യരോട് പ്രത്യേകത എന്നും മലയാളികൾക്കുണ്ട്. നിരവധി സിനിമകളിൽ അവസീരണമായ പ്രകടനം കാഴ്ചവെച്ച മഞ്ജുവിനെ നടി എന്നതിലുപരി സ്വന്തം വീട്ടിലെ ആളെപ്പോലെ വകവയ്ക്കാതെ നിരവധി പേരാണ് എത്തിയത്. നിരവധി സ്ത്രീകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. വയോധികരായ സ്ത്രീകൾ വരെ പ്രിയ നടിക്ക് ഒരു നോക്ക് കാണാൻ വേണ്ടി ഒരുപാട് സമയം കാത്തു നിൽക്കുകയും ചെയ്തിരുന്നു. ആരാധകർ മഞ്ജുവിന് ചുറ്റും കൂടി ബൗൺസേഴ്സിന് വരെ നിയന്ത്രിക്കാനായില്ല. ചില സ്ത്രീകൾ മഞ്ജുവിൻ്റെ കവിളിലും മുടിയിലും തലോടി. മഞ്ജു നിരസമൊന്നുമില്ലാതെ ഇവരോട് ഇടപഴകി. മഞ്ജുവിന് പൊതുയിടങ്ങളിൽ ലഭിക്കുന്ന സ്വീകാര്യത മുൻനിര താരങ്ങളായ നടന്മാർക്ക് പോലും അത്ഭുതമാണ്. കരിയറിലെ ഓരോ ഘട്ടത്തിലും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ജനപിന്തുണയെക്കുറിച്ച് മഞ്ജു ചിലപ്പോഴൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് തന്നെ ഇത്രമാത്രം ഇഷ്ടമെന്ന് അധികം ചിന്തിച്ചിട്ടില്ലെന്നും തനിക്ക് അതൊക്കെ പേടിയാണെന്നുമാണ് മഞ്ജു പറഞ്ഞത്. സിനിമാ രംഗത്തെ ഒട്ടുമിക്ക നടിമാർക്കുമുള്ള ജനപ്രീതിയുടെ അടിസ്ഥാനം സിനിമകളുടെ വിജയപരാജയമാണ്. തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ സൂപ്പർ താരമായ നയൻതാരയുടെ ജനപ്രീതി അടുത്തിടെ കുറഞ്ഞതിന് പ്രധാന കാരണം തുടരെ വന്ന പരാജയങ്ങളായിരുന്നു. എന്നാൽ ഫ്ലോപ്പുകൾ ഒരുപാടുണ്ടായിട്ടും ഇതൊന്നും മഞ്ജു വാര്യരുടെ ഏറ്റവും വലിയ ബലമായി ജനപിന്തുണയും എമ്പുരാൻ സിനിമ ഒഴിച്ചു നിർത്തിയാൽ അടുത്ത കാലത്തൊന്നും നടിക്ക് മലയാള ഹിറ്റുകളില്ല. തമിഴ് സിനിമകൾക്കും ലഭിച്ചത് സമ്മിശ്രമായ പ്രതികരണം തന്നെയായിരുന്നു. ലളിതം സുന്ദരം, വെള്ളരിപ്പട്ടണം, പ്രതി പൂവങ്കോഴി, ചതുർമുഖം എന്ന സിനിമ ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. എന്നാൽ ഈ സിനിമകളുടെ പ്രസ് മീറ്റിൽ മഞ്ജു എത്തിയപ്പോഴും സ്റ്റൈലിഷ് ലുക്ക് ഈ സിനിമയേക്കാൾ ചർച്ചയായിരുന്നു. തമിഴിലെ നടി ഇന്ന് സജീവം തന്നെയാണ്. എമ്പുരാൻ നടിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വൻ വിജയം നേടി. മഞ്ജുവിൻ്റെ പുതിയ സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. എന്നാൽ ഇപ്പോഴിത് നടി മഞ്ജു വാര്യർ രണ്ടാമത് വിവാഹിതയാകുന്നു. എന്ത് തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്? എന്നാൽ ഇത് മഞ്ജു യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. വലിയ രീതിയിലാണ് മഞ്ജു വാര്യരുടെ വിവാഹ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. എന്നാൽ ഇത് മഞ്ജുവിൻ്റെ അറിവോടെയല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.